പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് വാട്സപ്പിലൊക്കെ ഒത്തിരി പേര് കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, വീഡിയോ കണ്ടില്ലെങ്കിൽ എന്താ ഇന്ന് വീഡിയോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞിനെക്കുട്ടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുകയും വാട്സപ്പിലൊക്കെ വന്നിട്ടാണല്ലോ അവരുടെ ഒരു മോനെ പോലെ ചോദിക്കുക ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒന്നും രണ്ടും പേരും അല്ല. എനിക്കിപ്പോൾ അവരുടെ പേരുകളും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ഒരുപാട് പേര്. ഇപ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ വാട്സപ്പിൽ മുന്നേക്ക് നമ്മൾക്ക് പരിചയമുള്ളവർ നമ്മുടെ ബന്ധുക്കളൊക്കെയാണല്ലോ അങ്ങനെ ഫ്രണ്ടിൽ വരുള്ളൂ, നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ അവർ നമുക്ക് മെസ്സേജ് അയച്ചൊക്കെ ആയിട്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്കറിയേ ഇല്ലാത്ത ആളുകൾ, പക്ഷേ നമ്മുടെ ആരൊക്കെയോ ആയിത്തീർന്നവർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മെസ്സേജൊക്കെ അയക്കുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമാട്ടോ. ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും റിപ്ലൈ അയക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെന്താ പറയുക, ചിലരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം അത് ഒരുപാട് താഴത്തേക്കായി പോകുന്നതുകൊണ്ടേ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റാതെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അപ്പം തന്നെ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ, ഫോൺ കയ്യിലിരിക്കുകയാണെങ്കിൽ വൈകാതെ തന്നെ അയക്കാറുണ്ട്. കാരണം വൈകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകുമെന്നറിയാം. പിന്നെ കുഞ്ഞിനെക്കുട്ടിന് ഞാനും കൂടിയേ ഇന്ന് റിങ്സ് ഇടാൻ വേണ്ടി കട്ടിലയിൽ വന്നിരുന്ന കേട്ടോ. സാധാരണ എപ്പോഴും ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിയിട്ട് കുഞ്ഞിനെക്കുട്ടിന് ഓരോ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അവൻ എന്തെങ്കിലും ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ യാതൊരു കാര്യം ചെയ്യാൻ അവന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലിൽ ഇരുത്തി ആടി ഞാൻ എൻ്റെ കയ്യിൽ ഈ റിങ്സിൻ്റെ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് അവനെ അങ്ങനെ ആയിരുന്നു കേട്ടോ റിങ്സ് ഇടിയിക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് നേരത്തെ കഴിഞ്ഞ് ഉറക്കം കുറഞ്ഞു വന്നു കേട്ടോ. മുന്നേ ആണെങ്കിൽ കുറേ സമയം കിടന്ന് ഉറങ്ങായിരുന്നു. ഇപ്പോൾ അറിവാവുന്നതനുസരിച്ചേ ഉറക്കം കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ എനിക്ക് കുഞ്ഞിപ്പെണ്ണിനെ ഇവിടെ തൊട്ടിയിൽ കിടത്തിയിട്ട് അവന് ഊഞ്ഞാലിൽ ആട്ടാൻ പോകുമ്പോൾ ഒരു പേടിയാണ്. കാരണം കൊച്ചെണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വീഴും എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്ത് പേടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഇവനെ ഇനി ഇരുത്തിയും കൂടി ചെയ്യിക്കണമല്ലോ, അപ്പോൾ ഇരുത്തി എന്നാൽ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് കാരണം മുഖമൊക്കെ വീർത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാട്ട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തേക്കുക. കാരണം അവന് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പ്ലേ ചെയ്യും, എന്നിട്ട് അവൻ റിങ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അത് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആട്ടെ ഞാൻ തുടങ്ങിയത്. പക്ഷേ കുഞ്ഞുണ്ണിയാണെങ്കിൽ റിങ്സൊക്കെ എടുത്ത് എവിടെയൊക്കെയോ വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കുക. അവൻ എങ്ങനെയാട്ടെ എല്ലാ സാധനം വലിച്ചെറിഞ്ഞ് കളയാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾ അത്രമേൽ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിട്ടോ അങ്ങനെ അത് ചെയ്യുള്ളൂ. എന്താണെങ്കിലും അവസാനം ഞാൻ വിജയിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. കുറേ വട്ടം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവന് ആ പാട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ശ്രദ്ധ. പിന്നെ എന്നും വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് പറയാനേ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ വേറെ എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളല്ല, ഞാൻ കുഞ്ഞുകുട്ടന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് എന്നും കണ്ട് നിങ്ങൾക്ക് ബോറാവണ്ട എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ 2 കുറുമ്പുകളും എന്താ പറയുക, ഞാൻ ഇവരെ വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് റെക്കോർഡ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. അതൊക്കെ ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ എനിക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ എന്നും വീഡിയോ ഇടാത്തത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ദിവസം നിങ്ങളെല്ലാവരും എന്താ പറയുക, മടി കാണിക്കാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെക്കുട്ടിന് ചോറൊക്കെ കൊടുത്ത് സന്തോഷമാക്കി അവിടെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ പാട്ട് കേട്ട് ഭയങ്കര ചാട്ടവും ചിരിയാട്ടോ. ചില കഥയൊക്കെ കേൾക്കുമ്പോഴേ, അതായത് അതിൻ്റെ അകത്ത് ഇങ്ങനെ കാത്തൂൻ്റെയൊക്കെ കഥ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പൂച്ച കരയൊക്കെ ചെയ്യുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര ചിരിയായിരിക്കും. അതായത് കുറുമ്പും വാശിയൊക്കെ കാണിച്ചിട്ട് കരയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴത്തേനും കുഞ്ഞുണ്ണിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ അടുത്തുകൊണ്ടിരുത്താന്ന് പറഞ്ഞാൽ ആ പാട്ട് ചെറുതായിട്ടെങ്കിലും ഫോണിൽ കേട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. യൂട്യൂബിൽ അങ്ങനെ നമ്മളിപ്പോൾ ടി വിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ നിന്നാണെങ്കിലും അങ്ങനെ മ്യൂസിക്കൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ അവനെ അപ്പുറം കിടത്തിയേക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പക്ഷേ സത്യത്തിൽ അങ്ങനെ കിടത്താനും പേടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കണം. കാരണം കുഞ്ഞുണ്ണിക്ക് ഇങ്ങനെ സന്തോഷം ആവേശമൊക്കെ കയറിയിട്ടുണ്ടെങ്കിലേ ബെഡിൻ്റെ അറ്റത്തൊക്കെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ വേണം എടുത്തൊരു ചാട്ടമൊക്കെ ആയിരിക്കും കേട്ടോ താഴോട്ട്. ശ്രദ്ധിച്ചൊക്കെ വീഴുകയൊക്കെ ചെയ്യുള്ളൂ, എന്നാലും എനിക്ക് പേടിയാണ്. വീഴുകയല്ല, ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുള്ളൂ, എന്നാലും എനിക്ക് പേടി. എങ്ങാനും അങ്ങ് കാലൊക്കെ തെന്നിയിട്ടുണ്ടെങ്കിലേ ആൾ വീഴൂലേ. അത് കാരണം വന്നൊരു ടാസ്ക് ആട്ടോ ശരിക്കും എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഞാനിങ്ങനെ വെറുതെ പറയണതല്ല, ഇതൊക്കെ സത്യമായ കാര്യം. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും ഇങ്ങനെ
ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ മുന്നേ ഒന്നും ഞാൻ ഇങ്ങനെയേ അല്ലായിരുന്നു കേട്ടോ. ഞാനും വിചാരിക്കാറുണ്ട് എനിക്ക് എവിടെ നിന്നാണ് ഈ ക്ഷമ ദൈവം തന്നതെന്ന്. പിന്നെ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണല്ലോ എല്ലാം പഠിക്കുക അല്ലേ. മുന്നേ എന്നൊക്കെ പറഞ്ഞാലേ തമ്പുരു ചെറുതായിരുന്ന സമയത്ത് ഞാൻ തമ്പുരുവിനൊരു 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇങ്ങനെ കടയിൽ പോകുന്ന കേട്ടോ. അപ്പോൾ അപ്പോഴും കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്ത് എനിക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് പ്രതിഫലം കിട്ടണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ പോയി തയ്യൽ പഠിച്ചു, ബ്യൂട്ടീഷ്യൻ പഠിച്ചു. എന്നിട്ട് ഇത് രണ്ടും പഠിച്ചിട്ട് കൊച്ചിനെയും വെച്ചുകൊണ്ട് തന്നെ ഞാൻ കടയൊക്കെ തുടങ്ങിയതൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വരുമാനവും കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വിചാരിക്കും ഞാൻ എങ്ങനെ പുറത്തിറങ്ങാതെ ഇങ്ങനെ ഒരു വീടിനുള്ളിൽ തന്നെ അടച്ചിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു എന്ന്. എല്ലാവരും ചെയ്യാൻ പഠിക്കും കേട്ടോ. നമ്മുടെ സാഹചര്യം വന്നു കഴിയുമ്പോൾ പഠിക്കും. ഞാൻ പറയുന്നത് എങ്ങനെ ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക നമ്മുടെ മക്കൾക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുന്നുണ്ടല്ലേ. എന്നെപ്പോലുള്ള അനേകം അമ്മമാർ, അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞും വലിയ വലിയ പദവിയിലും ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നവർ വരെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ അവരുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ എനിക്കറിയാം. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് ഹാപ്പിയാണെന്ന് പറയാനും പറ്റില്ല കേട്ടോ. ഞാനൊക്കെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ എൻ്റെ മൈൻഡൊക്കെ അങ്ങോട്ട് മൊത്തം മാറി. ഞാൻ വേറെ ഏതോ ലോകത്തായി പോകും. കാരണം ചില സമയത്തൊക്കെ ഒരു 8 മണിയൊക്കെ ആവും ഞാൻ കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്ത് നേരത്തെ കുളിക്കാൻ പറ്റും. അപ്പോൾ എനിക്കാണെങ്കിൽ നേരത്തെ കുളിച്ചിട്ടേ വിളക്ക് കത്തിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഇങ്ങനെ വീടാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലപ്പെട്ടേ അടിച്ചു വാരുകയും തുടയ്ക്കുകയൊന്നും ചെയ്യാതെ എനിക്ക് ഇടാനും പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം ചെയ്ത് മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് എനിക്കൊന്ന് എന്താ പറയുക നേരത്തെ കുളിക്കാൻ പോലും പറ്റൂല കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിഷമമാണ് പിന്നെ മനസ്സിൽ. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത ഇല്ലാത്ത എന്താണ്, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സിനിമയ്ക്കൊക്കെ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളെന്താ പറയുക ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് നടന്ന് എവിടെ അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ സിനിമയ്ക്കോ നമുക്ക് ഇഷ്ടമുള്ള എവിടെങ്കിലും അങ്ങനെ ഒന്ന് പോകണം, എനിക്ക് എന്ന് സാധിക്കും ദൈവമേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും നടക്കുമ്പോൾ നടക്കട്ടെ, എല്ലാം ദൈവം തന്നെയാണല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൂടെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകും. അതാണ് ഞാനിപ്പോൾ പറയാൻ കാരണം. നമ്മൾ പൂർണ്ണമായിട്ടും ഭയങ്കരമായിട്ട് ഹാപ്പിയാണെന്നല്ല, നമ്മളുടെ ലൈഫിലും സങ്കടങ്ങളും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. നമുക്കിങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നൊക്കെ നമ്മൾ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ തിരിച്ച് നമ്മളെ ദൈവം ഏൽപ്പിച്ച ഒരു നിയോഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാൻ വേറെ ആരെ കഴിഞ്ഞ് അർഹത നമ്മൾ തന്നെയാണ് എന്നൊക്കെ പോസിറ്റീവായിട്ട് തന്നെ അങ്ങ് ചിന്തിക്കും കേട്ടോ. ഇവിടെ ഒരാൾക്ക് കലി കയറാൻ തുടങ്ങി. ഞാനില്ലേ എന്നെപ്പറ്റി സ്വന്തമായിട്ട് ഇങ്ങനെ അഭിമാനിക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് കേട്ടോ ഈ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണുക എന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വരുമല്ലോ. അപ്പോൾ ആ സമയത്തൊരു സങ്കടം അല്ലെങ്കിൽ വിഷമമൊക്കെ തോന്നിയാലും പിന്നെ ഞാനത് മറിച്ച് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവാക്കി മൈൻഡിൽ എടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ടെൻഷൻ പിടിച്ച് വീർത്ത് കെട്ടിയ മുഖമായിട്ട് എന്താ പറയുക കരഞ്ഞ് മറ്റൊരാളുടെ മുമ്പിൽ എപ്പോഴും ഒരു നെഗറ്റീവ് അടിച്ചൊരു മുഖമായിരിക്കും. എനിക്കൊരിക്കലും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി കയറാറില്ല കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും എന്തും ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതിപ്പോൾ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് നമ്മൾ പണ്ടേ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ എറണാകുളത്ത് ട്രീറ്റ്മെൻറ്റ് നിന്നപ്പോൾ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ കലൂര് നിന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റൊക്കെ, ഒരു വയസ്സായപ്പോഴാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്കറിയില്ല ഇവന് ഇത് ഏത് അവസ്ഥയിലോട്ടാണ് വന്നതെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ഡോക്ടർമാർ പറയുന്നതൊക്കെ വിശ്വസിക്കുകയാണ്. അവിടെ ചെന്നപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇവൻ സാധാരണ കുട്ടികളെ പോലെ ആവും, അതിനുള്ളൊരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെക്കുട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ സാധാരണ ഒരു കുഞ്ഞു പോലെ നടന്ന് നമ്മളോട് അതായത് അംഗൻവാടി പോകുന്നു, സ്കൂളിൽ പോകുന്നു, അങ്ങനെ ഒരു കുട്ടിയാവുമെന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റിന് നിന്ന സമയത്ത് തന്നെ ഈ പൊന്നൂരുന്നി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു വലിയൊരു തെറാപ്പി സെൻറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒക്കുപേഷൻ തെറാപ്പിക്ക് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അതായത് ഒക്കുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, കുഞ്ഞു പ്രായമല്ലേ, അപ്പം എന്നാൽ കൊടുത്തേക്കാം. നല്ല പൈസ ആട്ടോ എല്ലാ സ്ഥലത്തും തെറാപ്പിക്ക്, എന്തെങ്കിലും ആവട്ടെ. കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയുള്ളൂ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങ് കഴിയുന്നതോടുകൂടി കൊച്ച് ശരിയാവുകയാണല്ലോ. പിന്നെ നമുക്കിങ്ങനെ
ഇത്രയും പൈസ മുടക്കേണ്ട വരില്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ അന്നത്തെ ചിന്ത. അന്ന് ഞാൻ കുഞ്ഞിനെക്കുട്ടിൻ്റെ അച്ഛനെ വിളിച്ച് പറയുന്നു ഇത്ര രൂപയായി ഇത്ര രൂപയാന്ന് തോന്നുന്നു, പാവം എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ചൊക്കെ അയച്ചു തരുന്നു, നമ്മൾ പോകുന്നു, ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നന്നായിട്ട് അറിയാവുന്ന ഒരു മേഡമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഇവൻ്റെ കാര്യങ്ങൾ അവരോട് വ്യക്തമായിട്ട് ചോദിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ മേഡം, അപ്പോൾ ഇവന് എത്ര നാളുകൊണ്ട് ശരിയാവുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അറിവുള്ളവരോട് ചോദിക്കണമല്ലോ. അപ്പോൾ അവരുമായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. സത്യത്തിൽ അന്ന് ഇവന് എത്ര 1.5 വയസ്സ് 1.5-2 വയസ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറയാണ് ഇവനൊരു ജനിച്ചിട്ട് 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയായിട്ടുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഉരുകി, അത് ഭൂമി വളർന്ന് താഴത്തേക്ക് പോയാലോ എന്ന് പോലും എനിക്ക് തോന്നി. കാരണം ഇന്ന് കുഞ്ഞിപ്പൻ ആകെപ്പാടെ അലമ്പാട്ടോ, ഇവിടെ കമിഴ്ന്ന് കിടന്നിട്ട് എന്തൊക്കെയോ എടുക്കാനുള്ള വെപ്രാളാണ്, അതിനാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ വിചാരിച്ചു, ഈശ്വര ഞാൻ കരുതിയതൊക്കെ എല്ലാം തെറ്റായിരുന്നല്ലോ. കാരണം 2 വയസ്സാവാറായി കുഞ്ഞിനെ 3 മാസത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഏതൊരമ്മയാണേലും ഒന്ന് ഞെട്ടിപ്പോവല്ലോ. എനിക്ക് ഞെട്ടൽ മാത്രമല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം പിടിച്ചിട്ട് കിട്ടണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് യൂബർ വിളിച്ചിട്ടായിരുന്നു നമ്മൾ റൂമിൻ്റെ അങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ ഞാൻ കുറേ സമയം വണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവന് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്ന്. ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ തെറാപ്പികളും ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിനെ അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരിയാവും, പിന്നെ നമ്മൾ അവനെ അംഗൻവാടി കൊണ്ടുവിടുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ സ്വപ്നങ്ങൾ. അന്ന് ഞാൻ തകർന്നടിഞ്ഞു പോയിട്ടോ. കാരണം അവർ പറഞ്ഞത് ഒരു സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് തമ്പുരാൻ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നും എൻ്റെ തലയിൽ കയറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ റൂമിൽ വന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. എന്താ പറയുക, ഇവന് സംഭവിച്ചേക്കുന്ന കാര്യങ്ങളുടെ സീരിയസ്നെസ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് നമ്മൾക്ക് മുന്നോട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു ശരി പോകുന്നിടത്തേക്ക് പോകട്ടെ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഒരു കുഞ്ഞിനിക്കിപ്പോൾ വയ്യ ശരി, പക്ഷേ അവന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് വരുമല്ലോ. അപ്പോൾ അന്ന് തൊട്ട് അവൻ ബാക്കി എന്നുള്ളത് അവൻ പഠിച്ചെടുത്തോളും. ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ കരുതണേ. ഇപ്പോൾ കുഞ്ഞുണ്ണി 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അറിവാവുന്നതെങ്കിൽ ആ 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവൻ 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ ആ ഒറ്റ വർഷം കൊണ്ട് അവൻ പഠിച്ചെടുക്കും. ഞാനങ്ങനെ കേട്ടോ എൻ്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകും. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ എഫേർട്ടിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് വീണ്ടും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്ര രൂപയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് പൈസ നമ്മുടെ കയ്യിൽ കിട്ടാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിലേ തരുള്ളൂ. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഉറുമ്പ് അരിമണികൾ ശേഖരിക്കുന്ന പോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടുമ്പോൾ, അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഉള്ളൊരു സ്ഥലം കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പോകും. ബാക്കിയുള്ള സാഹചര്യങ്ങളൊന്നും ഞാനിനി നോക്കുന്നില്ല. കാരണം കുഞ്ഞിനെക്കുട്ടിന് ഈ പ്രായത്തിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ന് കൊടുക്കാനാണ് ട്രീറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ തമ്പുരുക്കുട്ടൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക മോളല്ലേ. അപ്പോൾ എനിക്ക് അവളെയും ഇട്ടിട്ട് പോകാനും ഒരു സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ വിധി അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നീ ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വരാവൂ എന്നൊരു എന്താ പറയുക ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാതെ പറ്റൂലല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ എന്താ പറയുക ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം. എൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്കിതിൽ നിന്നൊരു മാറ്റം ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളതെല്ലാം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത